ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. സീസണിൻ്റെ മധ്യത്തിൽ വെച്ചുകൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട താരങ്ങളെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് നഷ്ടമായത്. ഖലീൽ അഹമ്മദിന് ആദ്യം നഷ്ടമായി. അദ്ദേഹത്തിൻ്റെ പകരമായിക്കൊണ്ട് ആകാശ് മധുവാളിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നാലെ ആയുഷ് മാത്രയെ ചെന്നൈ സൂപ്പർ കിങ്സിന് നഷ്ടമാവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു പകരക്കാരനെ ഇപ്പോൾ CSKക്ക് ആവശ്യമായി വരികയാണ്. പകരക്കാർക്ക് വേണ്ടിയുള്ള CSKയുടെ അന്വേഷണം തുടരുകയാണ് എന്നാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ഗൗരവ് ഗുപ്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ട്രയൽസ് കൂടി CSK ഇപ്പോൾ നടത്തുന്നുണ്ട്. ഒരു യുവതാരത്തെ അഥവാ ആയുഷ് വാർത്തക്ക് എന്ന ഒരു യുവതാരത്തെ ചെന്നൈ സൂപ്പർ കിങ്സ് ട്രയൽസിന് വേണ്ടി ഇപ്പോൾ ക്യാമ്പിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം ചെന്നൈയിൽ എത്തും എന്നാണ് ഗൗരവ് ഗുപ്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു ഓൾറൗണ്ടറാണ് ആയുഷ് വാർത്തക്ക്. മുംബൈയുടെയും അതുപോലെ തന്നെ പാഴ്സി ജിങ്കാനയുടെയും ഓൾറൗണ്ടർ ആയിക്കൊണ്ട് കളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തെയാണ് ട്രയൽസിന് വേണ്ടി ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് ക്ഷണിച്ചിട്ടുള്ളത്. കേവലം 21 വയസ്സുള്ള താരമാണ് ഇദ്ദേഹം. റൈറ്റ് ഹാൻഡഡ് ബാറ്ററാണ്. കൂടാതെ റൈറ്റ് ആം ഫാസ്റ്റ് മീഡിയം ബൗളർ കൂടിയാണ്. അങ്ങനെ നല്ല ഒരു ഓൾറൗണ്ടറാണ് ഇദ്ദേഹം. ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ നല്ല മികവ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. പ്രത്യേകിച്ച് ഒരു ലോക്കൽ അണ്ടർ 19 ടൂർണമെന്റിൽ 110 ബോളുകളിൽ നിന്ന് 215 റൺസ് സ്വന്തമാക്കിയ ഒരു റെക്കോർഡൊക്കെ ഇദ്ദേഹത്തിന്റെ പേരിലുണ്ട്. അങ്ങനെ മോശമല്ലാത്ത പ്രൊഫൈൽ ഈ ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തമാക്കിയ താരമാണ് ആയുഷ് വാർത്തക്ക്. അദ്ദേഹത്തെയാണ് ട്രയൽസിന് വേണ്ടി CSK ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. മുംബൈയുടെ അണ്ടർ 19, അണ്ടർ 23 ടീമുകൾക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട്. കൂടാതെ നോർത്ത് മുംബൈ പാന്തേഴ്സ്, റൂട്ട് മൊബൈൽ, പാഴ്സി ജിങ്കാന തുടങ്ങിയ ടീമുകൾക്ക് വേണ്ടിയൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്തവണത്തെ ഓപ്ഷനിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അൺസോൾഡ് ആവുകയായിരുന്നു. താരത്തിന്റെ ബേസ് പ്രൈസ് ആയിക്കൊണ്ട് വരുന്നത് 30 ലക്ഷം രൂപയാണ്. ഏതായാലും ട്രയൽസിൽ മിന്നിക്കഴിഞ്ഞാൽ CSK ഈ താരത്തെ സ്വന്തമാക്കിയേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു കാണാം.